എന്താണ് ഫോർമാറ്റിംഗ്, നീഡ് ഫോർ ഫോർമാറ്റിംഗ്. അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് ആദ്യം പറയാൻ പോകുന്നത്. ഒരു ഹാർഡ് ഡിസ്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് അങ്ങനെ അങ്ങ് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനെന്ത് ചെയ്യണം, അതിനെ സെക്ടറുകളും ക്ലസ്റ്ററുകളും ഒക്കെ ആക്കി മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഹാർഡ് ഡിസ്കിനെ അല്ലെങ്കിൽ സ്റ്റോറേജ് മീഡിയനെ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ഒരു ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ആ ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ശരിക്കും എന്താണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഫോർമാറ്റ് കൊടുക്കുക ഒരു സ്റ്റോറേജ് മീഡിയക്ക്, അതാണ് ഫോർമാറ്റിംഗ്. എന്തിനാണ് ഫോർമാറ്റിംഗ് ഒന്നുകൂടെ പറയാം. ആൻഡ് അൺഫോർമാറ്റഡ് ഹാർഡ് ഡിസ്ക് കണ്ടെയ്ൻ ഓൺലി ദ അൺഅലോക്കേറ്റഡ് സ്പേസ്. നോബഡി ക്യാൻ യൂട്ടിലൈസ് ദിസ് സ്പേസ് വിത്തൗട്ട് എനി ഫയൽ സിസ്റ്റം. ഒരു ഫയൽ സിസ്റ്റം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഹാർഡ് ഡിസ്കിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്റ്റോറേജ് മീഡിയന്റെ അകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. എ ഫയൽ സിസ്റ്റം ഡിസ്ക്രൈബ്സ് ഹൗ എ ഡാറ്റ ക്യാൻ സ്റ്റോർ ഇൻ എ സ്റ്റോറേജ് മീഡിയ. ആ ഫയൽ സിസ്റ്റം ആണ് എന്ത് പറയുന്നത്, എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ ദാറ്റ് ടു യൂസ് ദിസ് ആൻഡ് അലോക്കേറ്റഡ് സ്പേസ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം, ഹാർഡ് ഡിസ്ക് മസ്റ്റ് ഹാവ് എൻ വെൽ നോൺ ഡാറ്റ സ്ട്രക്ചർ. അല്ലേ, ഇപ്പൊ നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് എന്തുണ്ടായിരിക്കണം, ഒരു വെൽ നോൺ ഡാറ്റ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഡിസ്ക് ഫോർമാറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് സച്ച് ആസ് ഹാർഡ് ഡിസ്ക്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ഫ്ലോപ്പി ഡിസ്ക് ഓർ USB ഫ്ലാഷ് ഡ്രൈവ് ഫോർ ഇനീഷ്യൽ യൂസ്. നമ്മൾ ആദ്യം അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അതിൻ്റെ മേലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ പ്രിപ്പയർ ചെയ്യണം, ഫോർമാറ്റ് ചെയ്യണം, ഡിസ്ക് ഫോർമാറ്റിംഗ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ആ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് മീഡിയനെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രിപ്പറേഷനെയാണ് വിളിക്കുന്നത് ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ സം കേസസ് ദ ഫോർമാറ്റിംഗ് ഓപ്പറേഷൻ മേ ആൾസോ ക്രിയേറ്റ് വൺ ഓർ മോർ ന്യൂ ഫയൽ സിസ്റ്റം. അതായത് നമ്മൾ ഒരു ഒരു ഡിസ്കാണ് ഫോർമാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫയൽ സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇൻ സം കേസ് ദ ഫോർമാറ്റിംഗ് ഓപ്പറേഷൻ മേ ആൾസോ ക്രിയേറ്റ് വൺ ഓർ മോർ ന്യൂ ഫയൽ സിസ്റ്റം. അതായത് നമ്മളൊരു ചെയ്തു നോക്കിയതാണ്. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് പ്രൈമറി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അത് ഓട്ടോമാറ്റിക്കലി ഫോർമാറ്റ് ആയി അതിന്റെ കൂടെ ഒരു 500 MB വിൻഡോസ് 10 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്, ഒരു 500 MB ഒരു എക്സ്ട്രാ പാർട്ടീഷൻ ഉണ്ടാവും. അതാണ് പറയുന്നത്. ഇൻ സം കേസ് എന്തിനാണ് 500 MB പാർട്ടീഷൻ എന്ന് പറയുന്നത്, ആ പാർട്ടീഷന്റെ അകത്തായിരിക്കും, അതിന് നമ്മൾ സിസ്റ്റം പാർട്ടീഷൻ എന്ന് പറയും. ആ സിസ്റ്റം പാർട്ടീഷന്റെ അകത്താണ് ശരിക്കും ഈ MBR മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് എന്നൊക്കെ പറയുന്ന സംഗതികൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇൻ സം കേസസ് ദ ഫോർമാറ്റിംഗ് ഓപ്പറേഷൻ മേ ആൾസോ ക്രിയേറ്റ് വൺ ഓർ മോർ ന്യൂ ഫയൽ സിസ്റ്റംസ്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ഹാർഡ് ഡിസ്ക്. എങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് പ്രിപ്പയർ ചെയ്യുന്നത്? അതിന് 3 ടൈപ്പ് ഓഫ് ഫോർമാറ്റിംഗ് ആണുള്ളത്. ദ ഡ്രൈവ് മസ്റ്റ് പ്രിപ്പയർഡ് ബിഫോർ ഇറ്റ് ക്യാൻ സ്റ്റോർ ഡാറ്റ. ദ പ്രോസസ് റിക്വസ്റ്റ് 3 സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? ലോ ലെവൽ ഫോർമാറ്റിംഗ്, അതുപോലെ പാർട്ടീഷനിങ്, പിന്നെ ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഓക്കെ, ഈ ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്താ നോക്കാം. അതൊരു ഫിസിക്കൽ ഫോർമാറ്റിംഗ് ആണ്. പിന്നെ പാർട്ടീഷൻ എന്ന് പറയുന്നത് ഡിവൈഡ് ദ ഫിസിക്കൽ ഡാറ്റ ഡിസ്ക് ഇൻ ടു വൺ ഓർ മോർ ലോജിക്കൽ സെക്ഷൻസ്, ഈച്ച് ഓഫ് വിച്ച് വിൽ കണ്ടെയ്ൻ വൺ ഓർ മോർ ലോജിക്കൽ വാല്യൂ. അപ്പോൾ നമ്മൾ വിശദമായിട്ട് നമുക്ക് അടുത്ത സ്ലൈഡുകൾ നോക്കാം. ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് OS ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്താണ്? ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ആൻ ഇനീഷ്യൽ ഫോർമാറ്റിംഗ് ഓഫ് ഹാർഡ് ഡിസ്ക് ദാറ്റ് ഇനീഷ്യലൈസസ് ദ ഫിസിക്കൽ ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് ഓൺ ദ സർഫേസ് ഓഫ് ദ ഇന്റേണൽ ഡിസ്ക് ഓഫ് ദി ഹാർഡ് ഡിസ്ക്. അല്ലെ, ആ ഇന്റേണൽ ഹാർഡ് ഡിസ്കിന്റെ ഇന്റേണൽ സ്ട്രക്ചർ, അതിന്റെ അകത്തുള്ള ഡിസ്ക് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഡിസ്കിന്റെ അകത്തുള്ള ഫിസിക്കൽ ട്രാക്കുകൾ, സെക്ടറുകൾ, ക്ലസ്റ്ററുകൾ, ഇതിങ്ങനെയൊക്കെ സംഗതികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സറാണ് എന്ത് ശരിക്കും ലോ ലെവൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ലോ ലെവൽ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സെക്ടറുകളും ക്ലസ്റ്ററുകളാക്കി തരംതിരിച്ചിട്ടുള്ള ട്രാക്കുകളും സെക്ടറുകളും ക്ലസ്റ്റർ ആക്കിയിട്ടുണ്ടാവില്ല, ട്രാക്കുകളും. An initial formatting of hard disk that initializes the physical tracks and sectors on the surface of the internal disk. ഇന്റേണൽ ഡിസ്കിന്റെ മുകളിൽ സെക്ടറുകളും അതുപോലെ ട്രാക്കുകളുമാക്കി തിരിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എന്ത്? ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ലോ ലെവൽ ഫോർമാറ്റിംഗ് ക്രിയേറ്റ്സ് ദ ഫിസിക്കൽ ഫോർമാറ്റ് ദാറ്റ് ഡിറ്റക്ട്സ് ദ വേർ ഡാറ്റ ഇസ് സ്റ്റോർഡ് ഓൺ ദ ഹാർഡ് ഡിസ്ക്. എവിടേക്കാണ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ആണ് ആ സമയത്ത് കിട്ടുക. ഓക്കെ, ഓൾസോ കോൾഡ് ഫിസിക്കൽ ഫോർമാറ്റിംഗ്.
അപ്പോൾ നമ്മൾ അതിനെ ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് വിളിക്കും, ഫിസിക്കൽ ഫോർമാറ്റിംഗ് എന്ന് കൂടി വിളിക്കും. റെക്കോർഡ്സ് ദ ട്രാക്ക് ആൻഡ് സെക്ടേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ. ഓക്കെ, ലോ ലെവൽ ഫോർമാറ്റിംഗ് ഒക്കേഴ്സ് അറ്റ് ദ ഹാർഡ്വെയർ ലെവൽ ആൻഡ് ഈസ് ദി ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതാണ് ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ലോ ലെവൽ ഫോർമാറ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിപ്പെൻഡഡ് അല്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരു ലിനക്സിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് ആണെങ്കിലും അതുപോലെ വിൻഡോസിലൊക്കെ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക് ആണെങ്കിലും ലോ ലെവൽ ഫോർമാറ്റിംഗ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഇനി ഓഫൺ ലോ ലെവൽ ഫോർമാറ്റിംഗ് ഡൺ ബൈ മാനുഫാക്ചേഴ്സ്. അതായത് പലപ്പോഴും ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്തു വരുന്നത് എവിടെ നിന്നാണ്? മാനുഫാക്ചേഴ്സ് തന്നെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നത്. നമുക്ക് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യാൻ കഴിയില്ല. ഇനി ഓൾ AT ആൻഡ് മോസ്റ്റ് SCSI ഡ്രൈവ്സ് ആർ ലോ ലെവൽ ഫോർമാറ്റ് അറ്റ് ദ ഫാക്ടറി. അതായത് ആ ഡിസ്ക് മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഹാർഡ് ഡിസ്ക് മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഹാർഡ് ഡിസ്ക് ലോ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി പാർട്ടീഷനിങ്. Partitioning divides the physical disk into one or more logical sections. Okay, partition എന്ന് പറയുന്നതാണ് divides the physical disk into one or more logical sections. അതായത് ഇപ്പം നമ്മൾ ലോ ലെവൽ ഫോർമാറ്റ് ചെയ്ത സാധനത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിന് എന്താക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും? ലോജിക്കൽ ആയിട്ടുള്ള ഡിഫറെന്റ് സെക്ഷൻസ് ആക്കി മാറ്റുന്നതാണ് പാർട്ടിഷൻ എന്ന് പറയുന്നത്. ഈച്ച് ഓഫ് വിച്ച് വിൽ കണ്ടെയ്ൻ വൺ ഓർ മോർ ലോജിക്കൽ വോളിയൂംസ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒരു പാർട്ടിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിഷൻ്റെ അകത്ത് ലോജിക്കൽ വോളിയൂംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ലോജിക്കൽ വോളിയൂംസും വേറെയാണ്, അത് നമുക്ക് പിന്നെ പറയാം. ഈച്ച് ഓഫ് വിച്ച് കണ്ടെയ്ൻ വൺ ഓർ മോർ ലോജിക്കൽ വോളിയൂംസ് ഐഡന്റിഫൈഡ് ബൈ ഡ്രൈവർ ലെറ്റർ. നമ്മൾ നമുക്ക് കാണാമല്ലോ, ഇപ്പോൾ വിൻഡോസിൻ്റെ അകത്താണെങ്കിൽ CDE എന്ന് പറയുന്ന ലെറ്റേഴ്സ് കൊണ്ട് മാർക്ക് ചെയ്യുന്നത്, അതാണ് ഈ ലോജിക്കൽ വോളിയം അല്ലെങ്കിൽ പാർട്ടിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പാർട്ടിഷൻ്റെ അകത്ത് വൺ ഓർ മോർ ലോജിക്കൽ വോളിയൂംസ് കാണാൻ കഴിയും. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബൈ ഡ്രൈവ് ലെറ്റർ ഒരേ എമൗണ്ട് മൗണ്ട് പോയിന്റ് അണ്ടർ മൗണ്ട് പോയിന്റ് അണ്ടർ ലിനക്സിലാണെങ്കിൽ നമുക്ക് മൗണ്ട് പോയിന്റർ കൊണ്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ മൗണ്ട് പോയിന്റ് ഉണ്ട്. ഇപ്പം പിന്നെ എന്താ പറയാ, റൂട്ട്, SDA, ETC എന്നൊക്കെ പറയുന്ന മൗണ്ട് പോയിന്റുകളുണ്ട്. അപ്പൊ ഇങ്ങനെ മൗണ്ട് പോയിന്റുകളിലേക്കും അസൈൻ ചെയ്തുകൊണ്ട് ഈ ഡിഫറെന്റ് പാർട്ടിഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ വൺ ഓർ മോർ ലോജിക്കൽ വോളിയൂംസ് പറയാൻ കാരണം ഒരു പാർട്ടിഷൻ, ഇപ്പോൾ എക്സ്റ്റൻഡഡ് പാർട്ടിഷൻ ആണെങ്കിൽ ഒരു എക്സ്റ്റൻഡഡ് പാർട്ടിഷൻ്റെ അകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ ലോജിക്കൽ പാർട്ടിഷൻസ് ഉണ്ടാക്കാം. അതാണ് ലോജിക്കൽ വോളിയൂംസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രൈമറി പാർട്ടിഷൻ ആണെങ്കിൽ ഒരു പാർട്ടിഷൻ ഉണ്ടാവും. എക്സ്റ്റൻഡഡ് പാർട്ടിഷൻ ആണെങ്കിൽ ഒരു വലിയൊരു പാർട്ടിഷന്റെ ഒരു ഗ്രൂപ്പാണ് എക്സ്റ്റൻഡഡ് പാർട്ടിഷൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് എക്സ്റ്റൻഡഡ് പാർട്ടിഷന്റെ അകത്തുള്ള കംപ്ലീറ്റ് സൈസ് പിന്നെ ലൊക്കേഷനെ നമുക്ക് ഒറ്റ പാർട്ടിഷനായി ക്രിയേറ്റ് ചെയ്യാം. അതൊക്കെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എക്സ്റ്റൻഡഡ് പാർട്ടിഷനായി ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ആ എക്സ്റ്റൻഡഡ് പാർട്ടിഷനെ വീണ്ടും നമുക്ക് ലോജിക്കൽ പാർട്ടിഷനാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അതിന് ആ ലോജിക്കൽ വോളിയൂംസ് എന്ന് വേണം വിളിക്കാം. ഓക്കെ, അങ്ങനെയാണ് ആ ലോജിക്കൽ വോളിയം എന്നുള്ള കൺസെപ്റ്റ് വന്നത്. ദ ഡിസ്ക് പാർട്ടിഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിംഗ് ദ സ്റ്റോറേജ് സ്പേസ് ഓഫ് ദ ഹാർഡ് ഡിസ്ക് ഇൻടു സെപ്പറേറ്റ് ഡാറ്റ ഏരിയാസ്. ഓക്കെ, കാൾഡ് പാർട്ടിഷൻസ്. എനി ഹാർഡ് ഡിസ്ക് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ പാർട്ടിഷൻ. ഒരു ഹാർഡ് ഡിസ്കിനകത്ത് നമുക്കൊരു 1 TB ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ആ ഹാർഡ് ഡിസ്കിനെ 1 TB കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു പാർട്ടിഷനാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതിനൊരു വോളിയം എന്ന് പറയും. ഇപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? ഒരു വോളിയം എന്ന് പറയാം. ആ വോളിയത്തിന്റെ അകത്ത് കംപ്ലീറ്റ് ഒരു ഹാർഡ് ഡിസ്ക് ഒരു പാർട്ടിഷൻ ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്ടിഷൻസ് ഉണ്ടാക്കാം. എന്തായാലും അറ്റ്ലീസ്റ്റ് വൺ വോളിയെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, എ ന്യൂ ഹാർഡ് ഡ്രൈവ് മസ്റ്റ് ബി പാർട്ടിഷൻഡ് ബിഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. ഓക്കെ, എനി ന്യൂ ഹാർഡ് ഡ്രൈവ് മസ്റ്റ് ബി പാർട്ടിഷൻ ബിഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. അത് ഒരു മസ്റ്റ് ആണ്. എന്തായാലും ഒരു ഹാർഡ് ഡിസ്ക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ പാർട്ടിഷനാക്കി മാറ്റണം, പാർട്ടിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡിഫറെന്റ് ഫയൽ സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഓൺ ഈച്ച് പാർട്ടിഷൻ. അതായത് ഇപ്പോൾ നമ്മളൊരു ഹാർഡ് ഡിസ്കിനകത്ത് ഒരുപാട് പാർട്ടിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു 4-5 പാർട്ടിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 4 പാർട്ടിഷന് നമുക്ക് ഡിഫറെന്റ് ഫയൽ സിസ്റ്റം അലൗട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്, കഴിയും. അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു പാർട്ടിഷൻ 3 പാർട്ടിഷൻ ഉണ്ടെങ്കിൽ ഈ 3 പാർട്ടിഷനും നമുക്ക് ഒരു പാർട്ടിഷൻ എന്ത് കൊടുക്കാം? FAT32 കൊടുക്കാം. ഒരു പാർട്ടിഷൻ NTFS കൊടുക്കാം. മറ്റൊരു പാർട്ടിഷൻ നമുക്ക് വേണമെങ്കിൽ EXT കൊടുക്കാം. മറ്റേ പാർട്ടിഷൻ എന്ത് കൊടുക്കാം? ഒരു പാർട്ടിഷൻ നമുക്ക് EXT എന്ന് കൊടുക്കാം. അപ്പം അങ്ങനെ 3 പാർട്ടിഷനും ഡിഫറെന്റ് ഫയൽ സിസ്റ്റം നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഓക്കെ, ക്രിയേറ്റിംഗ് ദ ഫസ്റ്റ് പാർട്ടിഷൻ ഓൺ എ ഫിസിക്കൽ ഡിസ്ക് ഡ്രൈവ് ക്രിയേറ്റ്സ് ദ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്. അതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ പാർട്ടിഷൻ്റെ അകത്തായിരിക്കും എന്തുണ്ടാവുക?
മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഇനീഷ്യൽ ഫയൽസ് സൂക്ഷിക്കുന്നത് എവിടെയാണ്? ഈ മാസ്റ്റർ ബൂട്ട് റെക്കോർഡിലാണ്. MBR എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും. അപ്പം എന്താണ്, ക്രിയേറ്റിംഗ് ദ ഫസ്റ്റ് പാർട്ടിഷൻ ഓൺ എ ഫിസിക്കൽ ഡ്രൈവ് ക്രിയേറ്റ്സ് ദ മാസ്റ്റർ ബൂട്ട് റെക്കോർഡ് ഫോർ ദാറ്റ് ഡിസ്ക് ആൻഡ് ഇറ്റ് റൈറ്റ്സ് ദ MBR ടു ദ ഫസ്റ്റ് ഫിസിക്കൽ സെക്ടർ. ഇവിടെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് MBR ആണ്. അതെവിടെ ഇരിക്കുന്നത്? ഫസ്റ്റ് portion of the physical drive. ഇനി subsequent changes to the partitioning of the disk no matter which operating system makes them update the single MBR. അതായത് പിന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ, ഹാർഡ് ഡിസ്കിനകത്ത് ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ MBRൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. സബ്സിക്വന്റ് ചേഞ്ചസ് ടു ദ പാർട്ടിഷനിങ് ഓഫ് ദ ഹാർഡ് ഡിസ്ക് നോ മാറ്റർ വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മേക്സ് ദം അപ്ഡേറ്റ് ദാറ്റ് സിംഗിൾ MBR. ഓക്കെ, ആ ഒരു മാസ്റ്റർ ബൂട്ട് റെക്കോർഡിനകത്ത് അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേറൊരു 2, 3, 4, 5 ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ആ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഇൻഫർമേഷനൊക്കെ എവിടെ ഉണ്ടാവും? മാസ്റ്റർ ബൂട്ട് റെക്കോർഡിനകത്ത് ഉണ്ടാവും. ദ MBR ഓൺ ഈച്ച് ഫിസിക്കൽ ഡിസ്ക് കണ്ടെയ്ൻസ് എ സെക്ഷൻ കോൾഡ് ദ പാർട്ടീഷൻ ടേബിൾ. അപ്പോൾ MBRൻ്റെ അകത്തൊരു പാർട്ടീഷൻ ടേബിൾ ഉണ്ടായിരിക്കും. ഓക്കെ, the MBR on each physical disk contain a section called the partition table. The partition table tells the computer and the operating system how the disk is logically divided and how to access the information stored in that hard disk. അതായത് പാർട്ടിഷൻ ടേബിളിൻ്റെ അകത്ത് എന്ന് പറയുന്ന ടേബിളിൻ്റെ അകത്ത് ഉണ്ടാവും എങ്ങനെയൊക്കെയാണത് തരംതിരിച്ച്, എത്ര പാർട്ടിഷൻസ് ഉണ്ട്, ഏതൊക്കെ ഫയൽ സിസ്റ്റമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ അത് ആ സംഗതികളൊക്കെ പാർട്ടിഷൻ ടേബിളിൻ്റെ അകത്ത് ഉണ്ടാവും. ആ സംഗതിയാണ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു ഡിവൈഡഡ് ആൻഡ് ഹാർഡ് ഡിസ്ക് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ ദ ഹാർഡ് ഡിസ്ക് ഏത് രീതിയിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന എവിടെയാണ്? അത് പാർട്ടിഷൻ ടേബിളിൻ്റെ അകത്താണ്. ഓക്കെ, ഇനി ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. എന്താണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്? എ ഫോർമാറ്റിംഗ് മെത്തേഡ് ദാറ്റ് ഇനീഷ്യലൈസസ് ദ പോർഷൻസ് ഓഫ് ദ ഹാർഡ് ഡിസ്ക് ആൻഡ് ക്രിയേറ്റ്സ് ദ ഫയൽ സിസ്റ്റം സ്ട്രക്ചർ. അതായത് ഇപ്പോൾ നമ്മളൊരു ഒരു പാർട്ടിഷൻ ഉണ്ടാക്കി, ആ പാർട്ടിഷനെ വീണ്ടും നമ്മൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ, നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ വീണ്ടും നമുക്ക് മാറ്റണം. അതിൻ്റെ ഏത് ഫയൽ സിസ്റ്റമാണ് കൊടുക്കുന്നത് എന്ന് തീരുമാനിച്ചു കൊണ്ട് ചെയ്യുന്ന ഫോർമാറ്റിംഗ് ആണ് അത് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഇത് വിൻഡോസിൻ്റെ അകത്ത് ഉപയോഗിക്കാനുള്ള ഫയൽ സിസ്റ്റമാണ്. അപ്പം നമ്മൾ എന്തായിരിക്കണം? ഒരു NTFSO അല്ലെങ്കിൽ FAT32 ആയിരിക്കണം അതിൻ്റെ ഫയൽ സിസ്റ്റം. അപ്പം അങ്ങനെ ആ ഫയൽ സിസ്റ്റം അസൈൻ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റിംഗ് ആണത് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. എ ഫോർമാറ്റിംഗ് മെത്തേഡ് ദാറ്റ് ഇനീഷ്യലൈസസ് പോർഷൻസ് ഓഫ് ദ ഹാർഡ് ഡിസ്ക് ആൻഡ് creates the file system structure on the disk such the master boot record and the file allocation table, etc. High level formatting creates within the volume the logical disk structure called the file system needed by the particular operating system to store its data. അത് ഒരു particular operating systemത്തിനകത്ത് a high level formatting creates within the volume the logical disk structure called the file system needed by the particular operating system to store its data. ശരിക്കും ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ഒരു OS ഡിപ്പെൻഡഡ് ആണ്. അപ്പം നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്താണ് നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കാൻ പോകുന്നത്, ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഫോർമാറ്റ് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൻഡോസിൻ്റെ അകത്താണെങ്കിൽ NTFSO FAT32 ഉപയോഗിക്കാം. ലിനക്സിൻ്റെ അകത്താണ് നമ്മൾ ഈ പാർട്ടിഷൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ പാർട്ടിഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ ആ പാർട്ടിഷൻ അല്ലെങ്കിൽ ആ ഹാർഡ് ഡിസ്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ext2 അല്ലെങ്കിൽ ext3 അല്ലെങ്കിൽ ext4 എന്ന് പറയുന്ന ഫയൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഫോർമാറ്റ് ചെയ്യണം. അതാണ് പറയുന്നത് ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് OS ഡിപ്പെൻഡഡ് ആണ്. ഓക്കെ, ഹൈ ലെവൽ ഫോർമാറ്റ് ഈസ് കോമൺലി ഡൺ ബൈ ദ യൂസർ ആണ് ശരിക്കും ഹൈ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നത്. ലോ ലെവൽ ഫോർമാറ്റിംഗ് അതാ ചെയ്യുന്നത്, അത് മാനുഫാക്ചേഴ്സ് ആണ് മെജോറിറ്റിയും ചെയ്യുന്നത്. Okay, if a user wishes erase the hard drive and reinstall the OS back to the hard drive, if errors are present on the hard drive or high level format may needed to be done first. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കറപ്ഷനോ അല്ലെങ്കിൽ പിന്നെ ഫയൽ മിസ്സിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ആ പുതിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈ ലെവൽ ഫോർമാറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത് പാർട്ടിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്? വിൻഡോസിലാണെങ്കിൽ ഡിസ്ക് മാനേജ്മെന്റ് ടൂൾ ഉണ്ട്. അതുപോലെ ലിനക്സിലാണെങ്കിൽ നോം ഡിസ്ക് യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു
ടൂൾ ഉണ്ട്. ഇങ്ങനെ ഈ 2 ടൂൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡോസിലാണെങ്കിലും ലിനക്സിലാണെങ്കിലും. അതുപോലെ മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെയാണ് ജി പാറ്റേൺ, മിനി ടൂൾ, AOMEI, പാർട്ടിഷൻ അസിസ്റ്റന്റ് SE എന്ന് പറയുന്ന സാധനമുണ്ട്. അങ്ങനെ ഒരുപാട് പാർട്ടിഷൻസ് സോഫ്റ്റ്വെയറുകളുണ്ട്. അതിനെ ഇറേസ് ചെയ്യാനുള്ള അതുപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വിൻഡോസിൻ്റെ അകത്താണെങ്കിൽ വിൻഡോസ് ഡിസ്ക് മാനേജ്മെൻറ്റ് ടൂളും ലിനക്സ് ജിനോം ഡിസ്ക് യൂട്ടിലിറ്റി ഉപയോഗിക്കും. ഈ ഡിസ്ക് മാനേജ്മെൻറ്റ് ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് വിൻഡോസ് ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലാണ്. ഇതുപോലെ 2 രീതിയിൽ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ടിഷൻ ക്രിയേറ്റ് ചെയ്യാം. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് ഒരു പ്രൊവിഷൻ നമുക്ക് തരും ഫോർമാറ്റ് ചെയ്യാം അല്ലെങ്കിൽ പാർട്ടിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആ സമയത്ത് അത്യാവശ്യം വേണ്ട പാർട്ടിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, വീണ്ടും വിൻഡോസിൻ്റെ അകത്ത് വന്നിട്ട് അത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും വേറെ സെപ്പറേറ്റ് പാർട്ടിഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ പാർട്ടിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ മെയിൻലി 2 ടൈപ്പാണ് വിൻഡോസ് ഡിസ്ക് മാനേജ്മെൻറ്റ് ടൂളും ലിനക്സിൻ്റെ അകത്ത് ഡിസ്ക് യൂട്ടിലിറ്റിയും. മറ്റേതൊക്കെ എന്താണ്, തേർഡ് പാർട്ടി ടൂൾസ് ആണ്, സോഫ്റ്റ്വെയറുകളാണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഹാർഡ് ഡിസ്കിനെ പാർട്ടിഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പ്രൊസീജിയർ ഫോർ പാർട്ടീഷൻ. അതായത് ഇപ്പോൾ ഞാനത് കാണിക്കാം, ഇതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ വായിക്കുക. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രിയേറ്റിംഗ് ഫോർമാറ്റിംഗ് ഓർ പാർട്ടീഷൻ വിൻഡോസ് 10 എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് ഹാർഡ് ഡിസ്ക് എന്ന് സെർച്ച് ചെയ്യാം. ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് ഡിസ്ക് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ വരും, ഡിസ്ക് മാനേജ്മെൻറ്റ് വരും. ഈ ഡിസ്ക് മാനേജ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ഇതെല്ലാം പ്രൈമറി പാർട്ടിഷൻസ് ആണ്. ശരിക്കും ഒരു എക്സ്റ്റൻഡ് പാർട്ടിഷൻ ഉണ്ടെങ്കിൽ ഇപ്പം ഇത് 3 കൂടെ ഒരു ഗ്രീൻ കളറിൽ കാണാം ഇവിടെ. അതിന് നമ്മൾ എന്ത് വിളിക്കും, എക്സ്റ്റൻഡ് പാർട്ടിഷൻ എന്ന് പറയും. എക്സ്റ്റൻഡ് പാർട്ടിഷൻ്റെ അകത്ത് ഒരുപാട് ലോജിക്കൽ പാർട്ടിഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഞാനൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം, ജസ്റ്റ് കാണിക്കാം. പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഡിസ്പ്ലേ ഇവിടെ വരും. ഇപ്പോൾ ഇത് FAT32 എന്ന് പറയുന്ന ഒരു ഫയൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആണ്. ഇപ്പോൾ 16 GB പെൻ ഡ്രൈവ് ആണ്. അതുപോലെ 500 MB NTFS ഉണ്ട്. ഇതാണ് നമ്മുടെ സിസ്റ്റം പാർട്ടിഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ മാസ്റ്റർ ബൂട്ട് റെക്കോർഡൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ C പാർട്ടിഷൻ ആണ്. ഇവിടെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഒക്കെ എടുക്കുന്നത് ഇവിടെയാണ്. ഇത് പിന്നെ ഡാറ്റ സ്റ്റോറേജ് ഏരിയാസ് ആണ്. ഓക്കെ, ഇത് NTFS തന്നെയാണ്. ഇത് പറയുന്ന ലിനക്സ് പാർട്ടിഷൻസ് ആണ്. പക്ഷേ വിൻഡോസിൽ നമുക്ക് ഈ ലിനക്സ് പാർട്ടിഷൻസിന്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഇത് ext4 ആണ് ശരിക്കും ഈ പാർട്ടിഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ കഴിയാണ്, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. വിൻഡോസിൻ്റെ അകത്ത് കാണാൻ കഴിയും. പക്ഷേ ലിനക്സിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് NTFSഉം ഫാറ്റും വിൻഡോസിൻ്റെ ഒക്കെ അവിടെ കാണാൻ കഴിയും. പക്ഷേ വിൻഡോസിൻ്റെ അകത്ത് ലിനക്സ് പാർട്ടിഷൻസിന്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഞാനതിൽ ഫോർമാറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് ഇവിടെ ഫോർമാറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ പാർട്ടിഷൻസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ ഉണ്ടാവുക, അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ വോളിയം, സിമ്പിൾ വോളിയം എന്ന് കൊടുക്കാം. അപ്പോൾ അത് നെക്സ്റ്റ് വന്നു. നമുക്ക് എന്ത് ചെയ്യാം, സൈസ് അസൈൻ ചെയ്യാൻ പറയും, എത്ര MB ആണെന്നുള്ളത് അത് കൊടുക്കാം. പിന്നെ ഏത് ഡ്രൈവ് ലെറ്റർ സെലക്ട് ചെയ്യാൻ പറയും. ഡ്രൈവ് ലെറ്റർ H എന്നുള്ള സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പം നമുക്കിതിൽ ഏതാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ FAT32 ഉപയോഗിച്ച് ഫോർമാറ്റ് ചെയ്യാം, അതുപോലെ NTFS ഉപയോഗിച്ച് നമുക്കിതിനെ ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ NTFS കൊടുത്തു കഴിഞ്ഞാൽ ആ ലെവലിലായിരിക്കും പിന്നെ അതിൻ്റെ വർക്കിംഗ് വരിക. ഇപ്പോൾ FAT32 ആണെങ്കിൽ ആ ലെവലിലായിരിക്കും. അപ്പോൾ ഞാൻ FAT32 കൊടുത്തു, അല്ലെങ്കിൽ NTFS കൊടുക്കാം. NTFS കൊടുത്തിട്ട് എന്ത് ചെയ്യാം, NTFS സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു എനേബിൾ ഫയൽ ആൻഡ് ഫോൾഡർ കംപ്രഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ തെളിഞ്ഞു വന്നു. മറ്റേത് നമ്മൾ ഫാറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓപ്ഷൻ അതിൻ്റെ അകത്തില്ല. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു, NTFSന്റെ ഒരു ഫീച്ചറാണ് എന്ത്, ഫയൽ കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ എന്നൊക്കെ പറയുന്ന ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫയൽ സിസ്റ്റം ആണ് എന്ത്, NTFS എന്ന് പറയുന്നത്. FAT32 എന്തില്ല, അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു, ഫിനിഷ് കൊടുത്തു. ഇപ്പം എന്തായി മാറി, ഇപ്പോൾ ഈ പെൻഡ്രൈവ് എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് മീഡിയ എന്തായി മാറി, ഒരു ന്യൂ വോളിയം എന്ന് പറയുന്ന ഒരു പാർട്ടിഷനായി മാറിയല്ലോ. പാർട്ടിഷൻ, പ്രൈമറി പാർട്ടിഷൻ, ഹെൽത്തി എന്ന് പറഞ്ഞ രീതിയിൽ അത് ക്രിയേറ്റ് ആയി. ഓക്കെ, ഇത് ഹാർഡ് ഡിസ്ക് ആണ്. ഈ ഹാർഡ് ഡിസ്കിനകത്തുള്ള ഡിഫറെൻറ്റ് പാർട്ടിഷൻസ് ആണ് ഈ കിടക്കുന്നത്, ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇത് NTFS, ഇത് NTFS ആണ്. ഇതൊക്കെ ext
4 ആണ്. ഈ 41 GB 42 GB എന്നൊക്കെ പറയുന്നതൊക്കെ ഇതും അതുപോലെ ഈ 337 എന്ന് പറയുന്ന GB കാണിക്കുന്നതും ext4 എന്ന് പറയുന്ന പാർട്ടീഷനാണ്. ഇതൊക്കെ ഇതിലൊക്കെ ലിനക്സ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നോക്കി ഇവിടെ കാണാം. നമുക്കിവിടെ ഈ ബ്ലാക്ക് കളറിലാണ് കാണുന്നതെങ്കിൽ അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിരിക്കും. അതുപോലെ ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ അത് പ്രൈമറി പാർട്ടീഷൻ ആണ്. ഗ്രീൻ, ഒരു ഡാർക്ക് ഗ്രീൻ ആണെങ്കിൽ എക്സ്റ്റൻഡഡ് പാർട്ടീഷൻ. പിന്നെ എക്സ്റ്റൻഡഡ് പാർട്ടീഷൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആയിട്ടിരിക്കുന്ന ഭാഗത്തിന് എക്സ്റ്റൻഡഡ് പാർട്ടീഷൻ ആയിരിക്കും. പക്ഷെ ആ സ്പേസിനെ എക്സ്റ്റൻഡഡ് പാർട്ടീഷൻ്റെ അകത്തുള്ള സ്പേസ് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളതിനെ ലോജിക്കൽ വോളിയൂംസ് ആക്കി മാറ്റണം. ആ വോളിയം അത് അങ്ങനെ മാറ്റിയിട്ടില്ല എങ്കിൽ അതൊരു ഗ്രീൻ കളറിലായിരിക്കും കാണാം, ലൈറ്റ് ഗ്രീൻ ആയിട്ടും ആണ് കാണാം. ഓക്കെ, അപ്പം അതിന് നമ്മൾ വീണ്ടും നമ്മളതിനെ വേണമെങ്കിൽ ലോജിക്കൽ പാർട്ടീഷൻസോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലോജിക്കൽ പാർട്ടീഷൻസ് ആക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ് നമ്മുടെ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതാണ് സിസ്റ്റം പാർട്ടീഷൻ. ഇത് നമ്മുടെ സി പാർട്ടീഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഭാഗം. ഇത് ഡാറ്റ, ഇത് ext4. ഇത് സ്വാപ്പ് പാർട്ടീഷൻ എന്ന് പറയും. ലിനക്സിന്റെ ഒരു പേജിങ് ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ പേജിങ് കയറി നിൽക്കുന്ന ഭാഗമാണ് ഈ ext4 നമ്മുടെ സ്വാപ്പ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഇതൊന്നും ഇവിടെ ലിനക്സിന്റെ അകത്ത്, വിൻഡോസിന്റെ അകത്ത് ഈ സംഗതികളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒരു പാർട്ടീഷനായിട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. ഏതാണ് ഫയൽ സിസ്റ്റം എന്നൊന്നും വിൻഡോസിൻ്റെ അകത്ത് കാണിക്കില്ല. പക്ഷെ ലിനക്സിനകത്ത് കയറി കഴിഞ്ഞാൽ വിൻഡോസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണാൻ പറ്റും. അതൊരു പ്രോപ്രൈറ്ററി സ്വഭാവത്തിൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അത്രയാണ് പ്രൊസീജിയർ ഫോർ പാർട്ടീഷൻ എന്ന് പറയുന്നത്.